നമ്മുടെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് തിയറി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ വോയിസ് അതുപോലെ സ്ക്രീന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ? ഒന്ന് പറഞ്ഞാണേ. ക്ലിയർ ആണ് സർ. റെഡി. ഫസ്റ്റ് മൊഡ്യൂൾ, ആദ്യം മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് തിയറി ആണ്. ഫസ്റ്റ് വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അതിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. 3 അക്കൗണ്ടിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾ 4th സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും കോസ്റ്റ് അക്കൗണ്ടിങ്, 2nd സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ ഇവിടെ ഈ സെമ്മിൽ 5th സെമ്മിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം ഉറപ്പായിട്ടും 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും. എങ്ങനെയും വരാം. ഈ 3ൽ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. അതിൽ 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട് റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് 5 മാർക്കിന് ചെറിയൊരു സാധ്യത ചോദിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സാധനം ഫസ്റ്റത്തതാണ്, വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. നോക്കിയേ, ഞാൻ ഒരു ചുമ്മാ രസമായിട്ട് ഒരു കാര്യം പറയാം. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാല് എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചെറിയൊരു ഷോർട്ട് ഉണ്ട്, പോസ്റ്റഡി കണ്ടോ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പോസ്റ്റഡി കണ്ടോ നമ്മൾ പറയാണ്, അയ്യോ ഒരാൾ അവിടെ പോസ്റ്റ് ആയിരിക്കുന്നുണ്ട്, ഈ പോസ്റ്റഡി നമ്മൾ പറയാലോ, പോസ്റ്റഡി കണ്ടോ. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ അതിൽ പി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ഒ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്, ST എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്, ഡി എന്ന് പറയുന്നത് ഡയറക്ടിങ് ആണ്, കണ്ടോ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. പോസ്റ്റഡി കണ്ടോ, ആ ഒരു ഷോർട്ട് ഫോം ഓർത്തു വെക്കുക. അതെന്താ? മാനേജ്മെന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ്. പോസ്റ്റഡി കണ്ടോ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാല് നോക്കാം, വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇതന്നെയാണ്. മാനേജ്മെന്റിന്, ശ്രദ്ധിക്കണേ, മാനേജ്മെന്റിന് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സ്റ്റാഫിംഗ് ചെയ്യാനും ഡയറക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. 5 കാര്യം കേട്ടോ. ഈ സാധനം പഠിച്ചാൽ ഞങ്ങൾക്ക് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മളോട് FM ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസ് എടുത്ത ആളുകളോട് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചോദിച്ചാൽ ഇതന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻസ് എന്നാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഫിനാൻസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വാട്ട് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചോദിച്ചാലോ ഇതന്നെ പറയേണ്ടത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് മാർക്കറ്റ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മാനേജ്മെന്റ് എന്നുള്ള വാക്ക് എവിടെ ചോദിച്ചാലും പറയേണ്ടത് ഈ 5 ടേംസ് ആണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്. ഞാൻ പറയുന്നത് വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന് അവരെടുക്കുന്ന പണിയാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്. ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒന്നും കൂടെ പറയാണ്, മാനേജ്മെന്റിന് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്ടിങ്ങും കൺട്രോളിങ്ങും. പോസ്റ്റഡി കണ്ടോ, നമ്മൾ ആ ഒരു ഫോമുകൾ എഴുതി വെച്ചോളിട്ടോ. ഞാൻ നോട്ടിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ ഒന്ന് എഴുതിക്കോ, പോസ്റ്റഡി കണ്ടോ. അപ്പൊ മാനേജ്മെന്റിന് ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആണ് കേട്ടോ. നോക്കിയേ, ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ടെക്നിക്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അക്കൗണ്ടിങ് ടെക്നിക് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ടു മാനേജ്മെന്റ്. കണ്ട, ഇതിന്ന് കിട്ടി നമുക്ക് ഒരു അക്കൗണ്ടിങ് ടെക്നിക്കാണ് ഹെൽപ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ സഹായിക്കുന്ന, അല്ലെ, മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു അക്കൗണ്ടിങ് ടെക്നിക്കാണ്. എന്താ മാനേജ്മെന്റ് ചെയ്യുന്ന പണി? അതാണ് ഓൾറെഡി നമ്മൾ പഠിച്ചത്. പ്ലാനിങ്, നമ്മൾ പഠിച്ചത് പറഞ്ഞാൽ മതി കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. അപ്പൊ മാനേജ്മെന്റിന് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സ്റ്റാഫിംഗ് ചെയ്യാനും ഡയറക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന അക്കൗണ്ടിങ് ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒന്നും കൂടെ പറയാണ്, മാനേജ്മെന്റിന്
പ്ലാനിങ്ങിനും ഓർഗനൈസിങ്ങിനും സ്റ്റാഫിങ്ങിനും ഡയറക്ടിങ്ങിനും കൺട്രോളിങ്ങിനും സഹായിക്കുന്ന അക്കൗണ്ടിങ് ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഒന്നുകൂടെ പറയാണ്, ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ടെക്നിക് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ടു മാനേജ്മെന്റ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളതിന്റെ മീനിങ്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ താഴെ മീനിങ് ജസ്റ്റ് നോക്കിയാൽ മതി, പഠിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ മതി. It is a system of accounting which helps the management carrying out functions for effectively. മാനേജ്മെന്റിന് അവരുടെ ഫങ്ഷൻസ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ്. ഇനി നോക്കിയേ ഒരു ഡെഫിനിഷൻ. According to Robert Anthony, management accounting is concerned with accounting information which is useful to management. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന, മാനേജ്മെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന, മാനേജ്മെന്റിന് പോസ്റ്റ് സ്റ്റഡി കണ്ടോക്ക് പറ്റുന്ന അല്ലെ, പോസ്റ്റ് സ്റ്റഡി കണ്ടോക്ക് പറ്റുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. ഒരു 2 സെന്റൻസിൽ എഴുതാൻ വേണ്ടി പറ്റണം. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞാണേ. ഓക്കെ, റെഡി? എങ്കിൽ ഇത് വേറൊരു ഡെഫിനേഷൻ ആണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ അണ്ടർലൈൻ ചെയ്ത് മാത്രം പറയാണ്. അക്കോർഡിംഗ് ടു ആംഗ്ലോ അമേരിക്കൻ കൗൺസിൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെ പാടും നോക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 2 വാക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അത്ര നോക്കിയാൽ മതി കേട്ടോ. കാരണം 2 മാർക്കിനെ ആ ഒരു ചോദ്യം ചോദിക്കുള്ളൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് പ്രസന്റ് ചെയ്യാൻ ആർക്ക് വേണ്ടി? അസിസ്റ്റ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്നതിനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ നേച്ചർ എന്ന് പറയുന്നതും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതും ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ് കേട്ടോ. ഇത് എങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കാറില്ല. പകരം എന്ത് ചെയ്യുന്ന അറിയോ? എസ് ഒക്കെ വരികയാണെങ്കിൽ what is management accounting, what are the features, what are the limitations എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ചോദ്യം ഒന്നിച്ച് വരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണേ. what are the features of management accounting? അതിൽ നോക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞു പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മൾ പറഞ്ഞു ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ആവശ്യമുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. ഏത് മാനേജ്മെന്റിനും ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്, തീരുമാനം എടുക്കുക. അതാണ് അവിടെ മാനേജ്മെന്റ് ചെയ്യുന്ന ഡ്യൂട്ടി. അപ്പൊ അതിനെ സഹായിക്കുന്നുണ്ട്. ദെൻ സ്റ്റഡി കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതയാണ് കാര്യകാരണങ്ങളെ കുറിച്ച്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ട്. യൂസസ് സ്പെഷ്യൽ ടെക്നിക് ആൻഡ് കോൺസെപ്റ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പല ടെക്നിക്സുകളും പല കോൺസെപ്റ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റി പറഞ്ഞാൽ നമ്പറിൽ പറയാൻ പറ്റുന്ന, സംഖ്യയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്വാളിറ്റി പറഞ്ഞാൽ നമ്മുടെ അതിന്റെ ഗുണം അല്ലെ, അതിന് ക്വാളിറ്റി പറയാൻ പറ്റുന്നത്. ഇത് രണ്ടും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തൊരു പോയിന്റ് നോക്കിയ മൾട്ടി ഡിസിപ്ലിനറി. ഇത് ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണേ. മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതാണ് മൾട്ടി. മൾട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അടുത്തത് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള ഒരു അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് അസിസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ എപ്പോഴും പറഞ്ഞ ഒരു പോയിന്റ് ആണ്, മാനേജ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. അതുപോലെ ഇൻക്രീസ് എഫിഷ്യൻസി, കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമ്മള് ഫീച്ചർ പറഞ്ഞപ്പോൾ അതിലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അഥവാ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ഏതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതാണ് ഇവിടെ സ്കോപ്പിൽ പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആയ കാര്യം നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എവിടെ ഉണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്.
നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സബ്ജക്റ്റും അതിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. കാരണം എല്ലാതും ഏതിൽ വരുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, റിവാലുവേഷൻ അക്കൗണ്ടിങ് വരുന്നുണ്ട്, ബജറ്ററി കൺട്രോൾ വരുന്നുണ്ട്, ഇൻവെന്ററി പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ എവിടെ, ഇതൊക്കെ എവിടെ വരുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒരുപാട്, നിങ്ങൾ ക്യൂട്ടിയിലും BNM-ലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് പഠിച്ചിട്ടുള്ളത്, അതൊക്കെ മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ഇന്ററിം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷാവസാനമാണ് പൊതുവെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഇടയിൽ വെച്ചിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ ഇടയിൽ വെച്ചിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെയാണ് ഇന്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറയാം. അതും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ടാക്സേഷൻ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ വരുന്നുണ്ട്. ഓഫീസ് സർവീസ് അല്ലെ, ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യം, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഇന്റേണൽ ഓഡിറ്റ്, കമ്പനിക്ക് അകത്ത് ചെയ്യുന്ന ഓഡിറ്റിനാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം, അത് വരുന്നുണ്ട്. പിന്നെ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാതും കൂടെ കൂട്ടി കലർത്തിയതാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഓർത്ത് വെക്കുക, ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന ആ ഒരു ശാഖയിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, വാട്ട് ആർ ദ സ്കോപ്പ്. ഈ ഒരു 3 ടോപ്പിക് ക്ലിയർ അല്ലേ? റെഡി അല്ലേ എന്ന് പറയേ? തിയറി ആവുമ്പോ ഒരു അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ ക്ലാസ് മാത്രമേ ഇങ്ങനെ പോവുള്ളൂ, കാരണം തിയറി ഇങ്ങനെ ചുമ്മാ പറച്ചില്ലല്ലേ. പ്രോബ്ലത്തിലേക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ എഴുതിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എഴുതി രസമായിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇത് ഞാൻ കറക്റ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒന്നായിട്ട് പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തത്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടൂല. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഒരു ചാർട്ട് രൂപത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. 5 മാർക്കിന് ഈ 2 ഗ്രാഫ് ഉണ്ടല്ലോ, ഈ 2 ചാർട്ടിൽ ഏതെങ്കിലും ഒന്ന് 5 മാർക്കിന് ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പൊ നോക്കാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലെ ഡിഫറൻസ് ആ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, മാനേജ്മെന്റിന് ആവശ്യമുള്ള അക്കൗണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞു. എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് 3ഉം പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് ഉണ്ടാക്കൽ ഏത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം. അതെന്താ പതിലുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ കംപ്ലീറ്റ് വരവും കംപ്ലീറ്റ് ചെലവും റെക്കോർഡ് ചെയ്യാം. അതാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്, വരവും ചെലവും റെക്കോർഡ് ചെയ്യാം. ഏത്? കഴിഞ്ഞ വർഷത്തെ കേട്ടോ, കഴിഞ്ഞ വർഷത്തെ അഥവാ പോയ വർഷത്തെ വരവും ചെലവും റെക്കോർഡ് ചെയ്യാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അത് തയ്യാറാക്കുന്നതിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് കമ്പൽസറി ആയിട്ട് എല്ലാ ബിസിനസ്സും എല്ലാ കമ്പനിയും ചെയ്തിരിക്കണം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു എല്ലാതും കൂടെ കൂടിയതാണ്, മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി നോക്കിയേ, അതിന്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് അതിന്റെ ബേസിക്സിൽ പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ് നോക്കിയാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു സപ്ലൈ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ്, നോക്കിയാൽ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അത് തയ്യാറാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റും കൂടെ പറയാം, എക്സ്റ്റേണൽ പാർട്ടീസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുത്ത പോയിന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. എക്സ്റ്റേണൽ പാർട്ടീസ് അഥവാ ബിസിനസിന്റെ പുറത്തത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ തയ്യാറാക്കുന്നത്. ആരെ പുറത്തത്തെ ആൾക്കാർ? അതവിടെ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കടം കൊടുക്കാനുള്ള ആൾക്കാർ, ബിസിനസ് കൊടുക്കാനുള്ള ആളുകൾ, ബാങ്ക്, ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെന്റ് ഒക്കെ നമ്മൾ ടാക്സ് അടക്കുമല്ലോ, അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ പാർട്ടീസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. എക്സ്റ്റേണൽ പാർട്ടീസ് ബിസിനസിന്റെ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ എക്സ്റ്റേണൽ പാർട്ടി എന്നുള്ളത് ഒരു ഓർത്ത് വെക്കുക. ഞാനിങ്ങനെ ഓരോ പോയിന്റ് പറയുമ്പോൾ അതിൽ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന പോയിന്റ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇങ്ങനെ ലെക്ചർ നോട്ട് ഫുൾ എഴുതണ്ട, ആ ഒരു പോയിന്റ് മാത്രം ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. ആർക്ക് വേണ്ടിയിട്ട്? എക്സ്റ്റേണൽ പാർട്ടീസ്,
ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുക. എങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് നോക്കിയേ. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇസ് ഡിസൈൻഡ് പ്രിൻസിപ്പലി ഫോർ പ്രൊവൈഡിംഗ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇന്റേണൽ യൂസ് ഓഫ് ദ മാനേജ്മെന്റ്, അത്ര നോക്കിയാൽ മതി. അഥവാ ബിസിനസിന്റെ അകത്തുള്ള മാനേജ്മെന്റിന് അവരുടെ ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഓർത്ത് വെക്കണേ, ബിസിനസിനകത്തുള്ള മാനേജ്മെന്റിന് ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇന്റേണൽ യൂസ് ഓഫ് ദ മാനേജ്മെന്റ്, അതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. ഇനി രണ്ടാമത് നോക്കിയേ, അനലൈസിങ് പെർഫോമൻസ്. ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബിസിനസ് ആസ് ഹോൾ, ബിസിനസിന്റെ ടോട്ടൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ബിസിനസിന്റെ ടോട്ടൽ അസറ്റ് എത്ര, ബിസിനസിന്റെ ടോട്ടൽ ലയബിലിറ്റി എത്ര, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ബിസിനസിന്റെ ടോട്ടൽ, ആ ടോട്ടൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. അവിടെ വേണമെങ്കിൽ ടോട്ടൽ എന്ന് എഴുതി വെക്കാം. ടോട്ടൽ എന്നുള്ള കോൺസെപ്റ്റ് ആണ് എവിടെ ഉള്ളത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ ഉള്ളത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗിൽ അങ്ങനെ ടോട്ടൽ എന്നുള്ള സംഭവമേ അല്ല, മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോ ഡിവിഷനെയും നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കും. ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിനെ മാത്രം നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ചെയ്യും. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അവിടെ ഒന്നിച്ചല്ല ചെയ്യുക. അപ്പൊ ഒന്നിച്ച് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ മുറിച്ച് ചെയ്യുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ടോട്ടാലിറ്റി ആണ് അല്ലെ, ടോട്ടാലിറ്റി ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബേസ് ഡാറ്റ യൂസ്ഡ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി റെക്കോർഡ്സ് ഓഫ് പാസ്റ്റ് ഇവന്റ് നോക്കിയേ, അഥവാ കഴിഞ്ഞു പോയ ഇത് നമുക്ക് 2 പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഈ ഒരൊറ്റ പോയിന്റിനെ 2 ആയിട്ട് എഴുതാം. ഒന്ന് മോണിറ്ററി അഥവാ സംഖ്യയിൽ പറയുന്ന അല്ലെ, മോണിറ്ററി എന്ന പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യല്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാസ്റ്റ് ഇവന്റ് ആണ്. പാസ്റ്റ് ഇവന്റ് കഴിഞ്ഞു പോയ, ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതല്ല നമ്മൾ റെക്കോർഡ് ചെയ്യാൻ, മറിച്ച് കഴിഞ്ഞ വർഷത്തെയാണ്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറത്തെ ഡാറ്റാസ് ആണ് നമ്മൾ എഴുതുക. അപ്പൊ അതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് പോസ്റ്റ്മോർട്ടം. നമ്മളിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാറാണ്, മരണപ്പെട്ട് കഴിഞ്ഞ ഒരാളെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതുകൊണ്ട് ഇപ്പൊ അയാൾ ജീവിക്കൊന്നുമില്ല, പിന്നെ എന്തേ അറിയുള്ളൂ, മരിക്കാനുണ്ടായ കാരണം അറിയാം, അത്രേ ഉള്ളൂ. എന്നതുപോലെ കഴിഞ്ഞ വർഷത്തിന്റെ ഡാറ്റാസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പോസ്റ്റ്മോർട്ടം എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പാസ്റ്റ് ഇവന്റ് കഴിഞ്ഞ കാലത്തെ ഡാറ്റാസ് ആണ് അവിടെ നോക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് അതാണ്, ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള കാര്യം കൂടെ എവിടെ വരും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരും. അപ്പൊ അവിടെ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്താണ് അവസ്ഥ, ഇനി ഭാവിയിൽ എന്താണ് ആവേണ്ടത്, ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെ വരും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരും. അപ്പൊ ഫോർ ഫ്യൂച്ചർ നമ്മുടെ പറയാണ്, നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാസ്റ്റ് ഡാറ്റയാണ്, എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത മോണിറ്ററി എന്നുള്ള ടേം അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഇവന്റ്സ് ഓൺലി, പണവുമായി ബന്ധപ്പെട്ട ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. എന്നാൽ ഇവിടെ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി, എനിക്ക് വേറെ ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ളത്. രണ്ടും ഇവിടെ വരും, എവിടെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരും. എന്നാൽ ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വെറും ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ വരുള്ളൂ. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, മോണിറ്ററി മാത്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരും, മറ്റൊരു മോണിറ്ററി നോൺ മോണിറ്ററി ഉണ്ട്, അഥവാ പണവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതും. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിൽ ഒരു എംപ്ലോയി, അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, നല്ല എഫിഷ്യന്റ് ആണ്, അത് എവിടെ കാണിക്കും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കാണിക്കും. എവിടെ കാണിക്കൂല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കണം എന്താ അറിയോ, അയാൾക്ക് കൊടുക്കുന്ന സാലറി ഇപ്പൊ 2 lakh ആണ്, അയാൾക്ക് കൊടുക്കുന്ന സാലറി 2 lakh ആണ്, അത് എവിടെ കാണിക്കും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കാണിക്കും. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല കാണിക്കുക. അയാൾക്ക് 2 lakh കൊടുത്തു, എന്തുകൊണ്ട് 2 lakh കൊടുത്തു, അയാൾ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ ഇത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വാണ്ടിറ്റിയും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും രണ്ടും എവിടെ കാണിക്കും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കാണിക്കും. അപ്പോ മോണിറ്ററി എന്നുള്ളതിൽ പറയുന്നത് ഒന്നും കൂടെ പറയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വെറും മണി,
അല്ലെ മോണിറ്ററി മാത്രം, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മോണിറ്ററിയും നോൺ മോണിറ്ററിയും ഒരേ സമയത്ത് രണ്ടും പറയാറുണ്ട്. ദെൻ അടുത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പീരിയോഡിക്കലി ഓഫ് റിപ്പോർട്ടിംഗ്. എല്ലാ വർഷവുമാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതാണ് ഇയർലി ഓരോ വർഷവും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്ററിംഗ് എന്നുള്ള ടേം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീക്വന്റ് ഇന്റർവെൽസ്. നമ്മൾ ഒരു വർഷാവസാനമല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 6 മാസം, അതൊക്കെ ഓരോ കമ്പനിക്ക് അനുസരിച്ച് അവർ പ്ലാൻ. ചിലപ്പോൾ മാസം എന്ത് ചെയ്യാം അവർക്ക് ഉണ്ടാക്കാം. അപ്പൊ ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു വർഷാവസാനം മാത്രം, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇതിന് അടുത്തത് നേച്ചർ. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മോർ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റ് ഓരോ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. ദെൻ ലാസ്റ്റ് ലീഗൽ കമ്പൽഷൻ. ഇത് നോക്കിയേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ഫോർ എവറി ബിസിനസ്. എല്ലാ ബിസിനസ്സിലും നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നിർബന്ധമാണ്. കാരണം അത് സബ്മിറ്റ് ചെയ്താലേ അവർക്ക് ടാക്സ് അടക്കാൻ പറ്റുള്ളൂ. ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫ്രീ ടു ഇൻസ്റ്റാൾ ഓർ നോട്ട്. വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, നിർബന്ധമല്ല കേട്ടോ. അത് ഓരോ മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. മാനേജ്മെന്റിന് താല്പര്യം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഒന്നും കൂടെ ഓടിച്ച് പറയാണ്, എല്ലാവരും ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കേ. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് ഒന്ന് നോക്കുക. ആ പോയിന്റുകൾ മാത്രം കംപ്ലീറ്റ് ആണ്ട, ആ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ അല്ലെ, എക്സ്റ്റേണൽ പാർട്ടീസിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്, അഥവാ ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് ഇന്റേണൽ പാർട്ടീസ്. ഇന്റേണൽ പാർട്ടീസ് പറഞ്ഞാൽ നമ്മളെ മാനേജ്മെന്റ് തന്നെ, അവർക്ക് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു ബിസിനസിനെ ടോട്ടൽ ആയിട്ടാണ് അല്ലെ, ഹോൾ ബിസിനസിനെ ടോട്ടൽ ആയിട്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു പാസ്റ്റ് ഇവന്റ്. അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ടത്. പാസ്റ്റ് ഇവന്റ്, കഴിഞ്ഞു പോയ ഡാറ്റകൾ വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. ദെൻ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞു മോണിറ്ററി ഇവന്റ് അല്ലെ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മെഷർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മോണിറ്ററിയും അതുപോലെ തന്നെ നോൺ മോണിറ്ററിയും, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ്, ഇത് രണ്ടും അവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ വർഷാവർഷം പീരിയോഡിക്കലി, അഥവാ എല്ലാ വർഷവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യണം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വർഷാവസാനത്തിനൊന്നും കാത്തിക്കണ്ട, ഇടയിൽ വെച്ച് ചെയ്യാറുണ്ട്. ദെൻ അതിന്റെ നേച്ചർ ഒബ്ജക്റ്റീവ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റൊരു സബ്ജക്റ്റീവ് ആണ്. ദ ലാസ്റ്റ് ലീഗൽ, നിർബന്ധമായിട്ടും നിയമപ്രകാരം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കമ്പൽസറി അല്ല, അത് കമ്പനികൾ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. അതാണ് അതിന്റെ ഓപ്ഷൻസ്. അപ്പൊ ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. കറക്റ്റ് ശ്രദ്ധിച്ചോളി. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. ഒന്ന് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡിങ് കോസ്റ്റ് ഇൻഫർമേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് 10 രൂപയാണെങ്കിൽ എങ്ങനെ 10 രൂപ വന്നു അല്ലെ, അതിൽ ഇത്ര മെറ്റീരിയൽ ഉണ്ട്, ഇത്ര വേജ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്, കോസ്റ്റ് ഇൻഫർമേഷൻ. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, കോസ്റ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും എല്ലാതും കൂടെ കൂടിയതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഓൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എംബസിസ്, കോസ്റ്റ് അസർട്ടൈൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. എന്തിനാ അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? കോസ്റ്റ് കണക്കാക്കാൻ, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ. ഞാൻ എന്റെ ഫോൺ എടുക്കുകയാണ്, ഈ ഒരു ഫോണിന് 30,000 രൂപയാണെന്ന് വെച്ചോളൂ. എങ്ങനെ ഇതിന് 30,000? ചുമ്മാ പറയാൻ പറ്റൂല. ഇത് ഉണ്ടാക്കുന്ന ചെലവ്, ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിന്റെ വേജസ് അല്ലെ, മറ്റു കാര്യങ്ങൾ, അതിന്റെ ടാക്സ് കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കണക്കാക്കാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് അസൈൻമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ എന്തിനാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ പഠിച്ച് പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ് അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. സ്കോപ്പ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് നാരോ ആണ്,
മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വൈഡ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാലും കൊടുക്കാം കേട്ടോ. സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നേരെ ഒന്ന് കൊടുക്കാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വൈഡ് എന്ന് കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാല് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ സ്കോപ്പ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ചെറിയ സ്കോപ്പ്, കുഞ്ഞു സ്കോപ്പാണ്, കാരണം കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് വൈഡ് സ്കോപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ടെക്നിക്സ് യൂസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളിപ്പോ ഓരോ മൊഡ്യൂൾ പഠിച്ചല്ലോ, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പോയിന്റ് നിങ്ങൾക്ക് അവിടെയും കൊടുക്കാം കേട്ടോ. എങ്ങനെ കൊടുക്കുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലെ. അത് വേണമെങ്കിൽ എഴുതട്ടെ, ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ എഴുതാം. റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എവല്യൂഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് വന്നത് ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നാണ് ആര് വന്നിട്ടുള്ളത്? കോസ്റ്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നോക്കിയ ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതിൽ ഏറ്റവും ആദ്യം വന്നത് എന്താ അറിയോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷനെ റിക്കവറി ചെയ്യാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, അതും റിക്കവറി ചെയ്യാനാണ് ആരും എന്നുള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ എഴുതണം ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ കാരണമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ എഴുതണം ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ റിക്കവറി ചെയ്യാനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് കമ്പൽസറി ഇൻ സെലക്ടഡ് ഇൻഡസ്ട്രീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എല്ലാ കമ്പനിക്കും ചെയ്യണം എന്നില്ല കേട്ടോ, പക്ഷെ ചില കമ്പനിക്ക് അത് നിർബന്ധമാണ്. അത് നമ്മളെ നിയമപ്രകാരം പറയുന്നുണ്ട്. ചില കമ്പനികൾ കോസ്റ്റ് അക്കൗണ്ടിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു ഒരിക്കലും ഒരു കമ്പൽഷനും ഇല്ല, വളണ്ടറി സ്വമേധയാ വേണമെങ്കിൽ ചെയ്താൽ മതി. ആർക്ക്? മാനേജ്മെന്റിന് ആവശ്യമില്ലെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ചെയ്യും വേണ്ട. അപ്പൊ അതാണ് ആ ഡിഫറൻസ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം, എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ ഓരോ ഷോർട്ട് പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യണേ. പറയാണ് ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിന് നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അഥവാ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും എവിടെ വരുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഇനി നോക്കാം, എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? കോസ്റ്റ് അസൈൻമെന്റ് അല്ലെ, കോസ്റ്റ് കണക്കാക്കാൻ അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങോ പ്ലാനിങ്ങിന്, ഓർഗനൈസിങ്ങിന് അല്ലെ. നമ്മൾ കോസ്റ്റ് സ്റ്റഡി കണ്ടോ, അത് പറഞ്ഞാൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഈ സ്കോപ്പ് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് നാരോ ആണ്, ചെറുതാണ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് വൈഡ് ആണ്. ഇനി ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി എവല്യൂഷന് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ കവർ ചെയ്യാനാണ് ആര് വന്നുള്ളത്? കോസ്റ്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് കവർ ചെയ്യാനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. ദെൻ ലീഗൽ കമ്പൽസറി ഇൻ സെലക്ടഡ് ഇൻഡസ്ട്രീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് ചില കമ്പനി, എല്ലാത്തിനും അല്ലേ, ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ടും നിയമപ്രകാരം പറയുന്നുണ്ട് അത് ചെയ്യണം എന്നുള്ളത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പൽഷനും ഇല്ല, മാനേജ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെ ചെയ്യും വേണ്ട. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ഡിഫറൻസും ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതുപോലെ കോസ്റ്റും മാനേജ്മെന്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡിയാണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, റെഡി. ഇനി ഒരൊറ്റ ടോപ്പിക്കും കൂടെ ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളൂ, അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും കേട്ടോ. റീസന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്. നോക്കിയേ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ, മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിൽ പുതുതായിട്ട് വന്ന മാറ്റങ്ങളാണ് പറയുന്നത് അല്ലെ. നോക്കാം, ഫസ്റ്റ്
IFRS നമ്മൾ ഓൾറെഡി പല ഭാഗത്തും കേട്ടിട്ടുണ്ടാവും. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അതായത് പണ്ട് ഈ IFRS ഒക്കെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നറിയാം, ഓരോ കമ്പനിയും അവർക്ക് തോന്നിയ പോലെ ഇങ്ങനെ അക്കൗണ്ട്സ് ചെയ്യും. ഇപ്പൊ കേരളത്തിൽ ഒരു കമ്പനി ഒരുപോലെ ചെയ്യും, പിന്നെ ഇപ്പോ ജമ്മുവിലുള്ള കമ്പനി വേറെ ചെയ്യും, അമേരിക്ക പോയാൽ അവിടെ വേറെ ചെയ്യും. അങ്ങനെ പല കമ്പനികളും പല രൂപത്തിലായിരുന്നു ഈ അക്കൗണ്ടിങ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾക്ക് അമേരിക്ക പോയിട്ട് വർക്ക് ചെയ്യാൻ കഴിയൂല, അമേരിക്കത്തെ ഒരാൾക്ക് ഗൾഫ് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാതും മാറ്റമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് IFRS എന്നുള്ള ഒരു സാധനം കൊണ്ടുവന്നു. IFRS നമുക്കറിയാം, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഒരുപോലെ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യണം. നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നതുപോലെ ലോകത്തെല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിച്ച് നിങ്ങൾ അമേരിക്ക പോയാലും അവിടെയും ചെയ്യുന്നത് തന്നെയാണ്, നിങ്ങൾ ഗൾഫിൽ പോയാലും അവിടെയും ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് പുതുതായിട്ട് വന്ന ഒരു മാറ്റം. IFRS കൊണ്ടുവന്നു, അഥവാ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. അത് പ്രകാരം ലോകത്തുള്ള എല്ലാ കമ്പനികളും ഒരേപോലെ നമ്മൾ അക്കൗണ്ടിങ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അത് ഇപ്പൊ പറയുന്ന എന്താണ്, പുതുതായിട്ട് മാനേജ്മെന്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ്. പിന്നെ രണ്ടാമത്തത് ഇന്ററിം റിപ്പോർട്ട്. ഇത് ഓൾറെഡി നമ്മൾ അതിന്റെ ഫീച്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ററിം റിപ്പോർട്ട് ഞാൻ പറഞ്ഞു, ഇന്ററിം എന്ന് പറഞ്ഞാൽ ഇടയിൽ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാം. അതായത് പണ്ട് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു വർഷം കഴിഞ്ഞ് ആ വർഷത്തിന്റെ അവസാനം ആ വർഷത്തെ ഡാറ്റ എടുക്കുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പഠിച്ചത്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പുതിയ ട്രെൻഡാണ് ഇന്ററിം ആയിട്ട്, അഥവാ 2 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ എന്താ മെച്ചം, ഇടയിൽ ഇപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു കമ്പനി എന്ത് ചെയ്ത് അവരുടെ അക്കൗണ്ടിങ് ചെയ്തു എന്ന് വെച്ചോളൂ. അപ്പൊ അവിടെ കിട്ടും എവിടെയാണ് പ്രശ്നം, എവിടൊക്കെയാണ് ഫോൾട്ട് വന്നത്, എവിടെയാണ് ലോസ് വരുന്നത്, അവിടെ വെച്ച് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പിന്നെ അതിന്റെ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇടയിൽ വെച്ചിട്ട്, അഥവാ ബിറ്റ്വീൻ മന്ത്, ഓരോ മാസങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ റിപ്പോർട്ട് തയ്യാറാണ്. അതാണ് ഇന്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ഇന്ററിം റിപ്പോർട്ട് ഈസ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് എനി പീരിയഡ് ദാറ്റ് ഈസ് ഷോർട്ടർ ദാൻ ഫിസിക്കൽ ഇയർ. ഒരു വർഷത്തിൽ ചെയ്യുന്നതിന് പകരമായിട്ട് കുറച്ച് മാസങ്ങളിൽ, ഇപ്പൊ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അങ്ങനെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് ഇന്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറയുക. അത് പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. പിന്നെ സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓരോ ഡിവിഷൻസ്, നമ്മൾ ഒന്നിച്ച് ബിസിനസിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ പകരമായിട്ട് ഓരോ ഡിവിഷൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് കളക്ട് ചെയ്യാം അല്ലെ. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിങ് ചെയ്യുക, പർച്ചേസിന്റെ അക്കൗണ്ടിങ് ചെയ്യുക, സെയിൽസിന്റെ അക്കൗണ്ടിങ് ചെയ്യുക, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യുക. ഈ ഒരു സിസ്റ്റം പുതുതായിട്ട്, അതായത് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥം കേട്ടോ, ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക. ഇത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ്, പുതുതായിട്ട് വന്നൊരു ട്രെൻഡാണ് അക്കൗണ്ടിങ്ങിൽ. അപ്പൊ സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളത്. അടുത്ത കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെ. നോക്കെ, സെബി റെഗുലേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കോർപ്പറേറ്റുകൾ അഥവാ കമ്പനികൾ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലെ, അത് നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സെബിയൊക്കെ പ്രത്യേകം അത് പറയുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 2% ഒക്കെ ഈ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. അതുകൊണ്ട് കമ്പനികളൊക്കെ എന്ത് ചെയ്തു, ആളുകളെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഗ്രൂപ്പ് കമ്പനീസ്. നോക്കാം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ, അഥവാ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉള്ള വലിയ കമ്പനി ആണെങ്കിൽ ആ എല്ലാ ബ്രാഞ്ചിന്റെയും കൂടെ കൂടിയിട്ട് ഒരു കൺസോളിഡേറ്റഡ്, എല്ലാതും കൂടെ ഒരുമിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് പുതുതായിട്ട് വന്ന ട്രെൻഡുകളാണ്. പിന്നെ ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിങ്. നോക്കുക, ക്യാഷ് ഫ്ലോ ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അഥവാ ക്യാഷ് വന്നതും പോയി, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം, ക്യാഷ് എത്ര വന്നു, ക്യാഷ് എത്ര പോയി, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് വന്ന ഒരു മാറ്റമാണ്. അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പുതുതായിട്ട് വന്ന മാറ്റങ്ങളാണ് കേട്ടോ. പിന്നെ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട്. അതായത് നോക്കുക, സം കമ്പനീസ് ഫോളോ ഡിഫറെന്റ് അനാലിസിസ് റിപ്പോർട്ട്. നമ്മൾ റേഷ്യോ അനാലിസിസിന് പഠിക്കാൻ പോകുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ, ഒരുപാട് അനാലിസിസുകൾ ചെയ്ത് ബിസിനസിനെ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ള ഒരു സിസ്റ്റം പുതുതായിട്ട് വന്നൊരു ട്രെൻഡാണ്.
അതായത് പണ്ടൊക്കെ എന്താ ചെയ്യുന്നത്, ടോട്ടൽ വരും, ടോട്ടൽ ചെലവ് നോക്കിയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി പരിപാടി കഴിഞ്ഞു. അതിനപ്പുറത്ത് കൃത്യമായിട്ട് റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, അങ്ങനെ ഒരുപാട് അനാലിസിസുകൾ ചെയ്ത് എവിടൊക്കെയാണ് ബിസിനസിന്റെ ഫോൾട്ട്, എവിടൊക്കെയാണ് നഷ്ടങ്ങൾ, എവിടൊക്കെയാണ് ലിമിറ്റേഷൻസ്, അതൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഡിഫറെന്റ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് യൂസ് ഓഫ് ചാർട്ട്, ഗ്രാഫ്, ഡയഗ്രാംസ് അല്ലെ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കുറെ കണക്കൂട്ടി ചെയ്യുന്നതിനപ്പുറത്ത് ഗ്രാഫുകൾ വെച്ചിട്ട്, ചാർട്ടുകൾ വെച്ചിട്ട്, ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു കളർഫുൾ ആയിട്ട് അതിനപ്പുറത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് പുതുതായിട്ട് വന്ന ട്രെൻഡുകൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പഠിച്ചു, പിന്നെ അതിന്റെ നേച്ചർ പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറഞ്ഞു. ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് അവസാനിക്കാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ, കൺഫ്യൂസിങ് ആണോ ചോദിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങളുടെ സമയമാണ്, എന്റെ സമയം കഴിഞ്ഞു. ക്ലിയർ ആണോ നമ്മൾ ഇതുവരെ പറഞ്ഞത്? സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലേ? ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വെറും 36 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. 36 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ,